ഹലോ, എല്ലാവർക്കും ആദീസ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ചുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ തേങ്ങ അരച്ചുള്ള മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടിയടെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയിലെ ജാർ എടുക്കുക. അതിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കുഞ്ഞുള്ളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 എടുത്താൽ മതിയേ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ. അല്ലെങ്കിൽ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടി അങ്ങനെ രീതിയും ചേർക്കാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് മീനിന് വേണ്ടിയിട്ട് കുടംപുളി നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് അളവിൽ വെള്ളം എടുത്ത് അതിലോട്ട് 1 കുടംപുളി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴേക്കും കുടംപുളി വെള്ളത്തേക്കാൾ നല്ലതുപോലെ വെന്ത് വരും. എന്ത് ചെയ്യാം, ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക. കുടംപുളിക്ക് പകരം നമുക്ക് നോർമൽ പുളി എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ കുടംപുളിയൊക്കെ ചേർത്ത് നമുക്ക് മീൻകറി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുക മീൻകറിക്കൊക്കെ. അതുകൊണ്ടാണ് എല്ലാവർക്കും കുടംപുളി ഇട്ട് മീൻകറിയോട് പ്രത്യേക ഒരു പ്രിയം. എന്ത് ചെയ്യാം, ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുക്കുക. ഒരു 5 6 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇച്ചിരി കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കറി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. കുടംപുളിയിലൊക്കെ കിടന്ന് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇതേ രീതിയിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇതേ രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ലതുപോലെ തിളച്ചു വരും കേട്ടോ. ഇതേ രീതിയിൽ തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അയില വെച്ചാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഏത് മീൻ വെച്ചും ഇതേ രീതിയിൽ നമുക്ക് തേങ്ങ വെച്ച് മീൻ കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീനിൻ്റെ മുകളിലോട്ട് ഈ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10-15 മിനിറ്റോളം തന്നെ അടച്ചു വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മീനിലോട്ടൊക്കെ എല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇതിലോട്ട് നമ്മൾക്ക് ഇച്ചിരി താളിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. താളിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നമ്മൾ നല്ലതുപോലെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. കടുകൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ കറിയിലോട്ടൊക്കെ ഒഴിക്കുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നമുക്ക് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ താളിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. താളിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ കഴിക്കാനിരിക്കരുത്. ഒരു 5-10 മിനിറ്റൊക്കെ ഇത് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തുറന്നതിന് ശേഷം കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കുകയൊക്കെ വേണ്ടത്. 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്.
തുറക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ്. തുറന്നതിന് ശേഷം നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതേ രീതിയിൽ ഒരു തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.